നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുത്തൻവിളയിലാണ്. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് പുത്തൻവിളയിൽ നിന്നും ആരംഭിക്കുന്ന ഒരു പേട്ട ഉണ്ട്. ആ പേട്ട കമ്മിറ്റിയോട് അതിൻ്റെ ഒരുക്കങ്ങൾ ഏതുവരെ അന്വേഷിക്കുക, അതിനുശേഷം തത്സമയം അവരുടെ പേട്ടയുമായി സാക്ഷി TV ചേരും. ആദ്യം നമുക്ക് ഇതിൻ്റെ സെക്രട്ടറിയോട് തന്നെ ചോദിക്കാം, എന്തായി ഒരുക്കങ്ങളൊക്കെ? നമ്മുടെ ഒരുക്കങ്ങൾ എൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. പേര് കൂടി ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ഉദയകുമാർ. അതിൻ്റെ ഫൈനൽ ഘട്ടം ആയി കഴിഞ്ഞു. നമ്മൾ 3 മണിക്ക് തന്നെ നമ്മുടെ പേട്ട ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് എന്തൊക്കെയാണ് പുറപ്പെടുന്നത്? പൂക്കാവടി, തെയ്യം, പിന്നെ ഫ്ലോട്ട്, പിന്നെ DJ ലൈറ്റ്, പിന്നെ ചെണ്ടമേളം. 3 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കും അല്ലേ? ഇവിടുന്ന് ആരംഭിക്കും. ഇവിടുന്ന് നമ്മൾ നേരെ പണയമ്പലത്തിലേക്ക് പോകും. പണയമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ ചടയമംഗലം ജംഗ്ഷനിൽ എത്തും അല്ലേ? എത്തും. എത്ര മണിക്കാണ് അവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്? ക്ഷേത്രത്തിൽ നമുക്ക് 6:45 നമ്മളെ ടൈം. നമുക്ക് മാക്സിമം നമ്മളെ ടൈം നമ്മൾ കീപ്പ് ചെയ്യും. അതിനാണ് ഞങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കുന്നത്. എല്ലാവരും, നമ്മൾ മാത്രമല്ല, ഈ പുത്തൻവിളയിലുള്ള സർവ്വജനങ്ങളും രാവിലെ 5:30 മണി മുതൽ ഇതിൻ്റെ പുറകിലാണ്. വിജയിപ്പിക്കുക എന്നുള്ള വലിയ കഠിനാധ്വാനത്തിലാണല്ലേ? കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിന്റെ ഒരു ഉത്സവമാണ് ചടയമംഗലത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയോത്സവം. തീർച്ചയായിട്ടും നമ്മൾ പ്രദേശത്തിന്റെ പേട്ടയാണ്. ആ പേട്ടയെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കുള്ളയും ഒരു കടമയാണ്. ഈ നമ്മുടെ പൂക്കാവടിയും തെയ്യവും ഒക്കെ എവിടെ ഉള്ളവരാണ് അവതരിപ്പിക്കുന്നത്? ഇളമാട് എന്ന് പറയും. ഇളമാട് നമ്മുടെ വള്ളത്തിന്റെ അപ്പുറത്ത് ഇളമാട് എന്ന് പറയും. ദേവന്നൂര് എന്നാണ് അവരുടെ പേര്? അതിന്റെ പേര് കുഴപ്പമില്ല. 3 ഫ്ലോട്ട് ഉണ്ട്. പിന്നെ ചെണ്ടമേളം, DJ ലൈറ്റ്സ് ഉണ്ട്, തെയ്യം ഉണ്ട്, പൂക്കാവടി ഉണ്ട്. കുറച്ചു കാലം മുടങ്ങിയെന്നൊരു പുത്തൻവിളയിൽ നിന്നും ആരംഭിക്കുന്നത് 3 ഫോർട്ടുകളാണ് ഇവിടുന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ DJ, ചെണ്ടമേളം, പേട്ടത്തുള്ളൽ, പൂക്കാവടി, അതുപോലെ തന്നെ തെയ്യം തന്നെ ഏറ്റവും ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കലാരൂപമാണ് തെയ്യം തന്നെ വിവിധ രൂപത്തിലാണ്. ഏതാണ്ട് നമ്മുടെ കേരളത്തിൽ എൻ്റെ അറിവിൽ 106 108 വിവിധ സ്വഭാവമുള്ള തെയ്യങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് എന്തായാലും ശരി, പുത്തൻവിളയിൽ വെറൈറ്റി തെയ്യമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ തെയ്യം എന്ന് പറയുന്നത്, ആ തെയ്യക്കുളം കെട്ടി ആടുക എന്ന് പറയുന്നത് ഭക്തിനിർഭരമായ ഒരു വലിയ ഒരു സംഭവമാണ് തെയ്യം. അത് പിന്നെ ഈ പേട്ടയ്ക്ക് മാറ്റുകൂട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കുട്ടികളടക്കം പുത്തൻവിള നിവാസികളെല്ലാം ആവേശമാണ്. കാരണം പ്രത്യേകിച്ച് ചടയമംഗലം മകരവിളക്ക് മഹോത്സവം എന്ന് പറയുമ്പോൾ
ചടയമംഗലത്തിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവർക്ക് തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന വലിയൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ കടക്കൽ ദേവീക്ഷേത്രമാണ്. കടക്കൽ തിരുവാതിര. കടക്കൽ തിരുവാതിരയാണ് വരാൻ പോകുന്നത്. കടക്കൽ ദേവീക്ഷേത്രത്തിൽ തിരുവാതിരയും ചടയമംഗലത്തെ മകരവിളക്കുമാണ് നമ്മുടെ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ദേശീയോത്സവങ്ങൾ. അപ്പൊ എല്ലാവരും ആശംസകൾ നേരുന്നു. കൊച്ചു മക്കളടക്കം. മോളെ പേരെന്തുവാ? അവരുടെ പേരെന്ന് പറഞ്ഞേ? കല്ലു. വൈദേഹി. കല്ലു എന്നല്ല, കല്ലു എന്നാണ് വിളിക്കുന്നത് അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് ഉത്സവമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഒരു പാട്ട് പാടുവോ? ഒന്ന് ഓർമ്മിച്ച് നോക്ക്. പൂമ്പൊടി വീശും പൂമ്പാച്ച, പൂവിലുറങ്ങും പൂമ്പാച്ച, മരവില്ലാണ് വെങ്കമ്മ, തടുമോ നീയൊരു കുഞ്ഞുമ്മ, മുങ്ങാം പൊങ്ങാം ഇടവയില്, നീന്താമറിയാം പമ്പയില്. ഈ പാട്ട് ആരാ പഠിപ്പിച്ച? അമ്മയാണോ, അച്ഛനാണോ, ടീച്ചറാണോ? അല്ല, എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു. ഫോണിൽ നിന്ന് പഠിച്ചതാണല്ലേ? മിടുക്കി. ഫോൺ കണ്ട് പഠിച്ചതാണല്ലേ? അച്ഛനും അമ്മയും ടീച്ചറൊന്നും പഠിപ്പിച്ചതല്ല. സ്കൂളിൽ പോയി പാടുവോ? ശരി, നന്നായി. ഭാവിയിൽ നല്ലൊരു പാട്ടുകാരിയായി മാറട്ടെ. സാക്ഷി ടിവിയുടെ ഉത്സവാശംസകൾ. അതിന്റെ വൈദേഹി വരുന്നോ ഞങ്ങളുടെ കൂടെ? ഇല്ല. സാക്ഷി ടിവിക്ക് നമ്മൾ അതേ കണക്കുള്ള ഒരു അഭിനന്ദനങ്ങൾ നമ്മൾ തീർച്ചയായും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് നമ്മുടെ ഒരു കരുത്ത്, ആവേശം എന്നൊക്കെ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പേട്ടയുടെ പ്രാരംഭ സമയത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു നല്ല ഒരു വിജയകരമായി ഭക്തിനിർഭരമായ ഒരു പേട്ട പുത്തമ്പളയിൽ നിന്നും വന്ന് നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു പുതിയ നിറം പകരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. ഇടവേള ഇല്ലാതെ നമുക്ക് പിന്നെ കാണണം. ഇടവേള എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ പോയിട്ട് നിങ്ങൾ പേട്ട ആരംഭിക്കുമ്പോൾ വരും. ശരി, ഓക്കെ, താങ്ക് യു.